ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമേ, നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ മറ്റാരെയും ശിർക്ക് ചെയ്യല്ലേ, പങ്കുകാരാക്കല്ലേ. വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾ മാതാപിതാക്കളോട് നന്മ ചെയ്യണമേ. നോക്കണം, അള്ളാനെ ആരാധിക്കണം എന്ന് പറഞ്ഞ് ആകാശം കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ ഉമ്മിയും വാപ്പയാണ്. പിന്നെ ഉമ്മിയും വാപ്പയും പറഞ്ഞു കേൾക്കാതെ ചാടിപ്പോണ കുട്ടികളൊക്കെ എന്താ ഒരു പറ്റൊക്കെ പറയാം, എന്ത് പറയാനല്ലേ. ചാടി കുഴങ്ങിട്ട് വരട്ടെ, ചാടി പോയിട്ട് അവസാനം പഴങ്ങുമല്ലോ, തിരിച്ചു വരുമ്പോ അപ്പൊ ആലോചിക്കാന്ന് പറയാൻ. വബിൽ വാലിദൈനി ഇഹ്സാന, സ്വന്തം മാതാപിതാക്കളോട് നന്മ ചെയ്യണമേ, അവരുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ, അവരെ വിഷമിപ്പിക്കരുതേ. വബിദിൽ ഖുർബാ, നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങൾ നന്മ ചെയ്യണേ. ബന്ധുക്കള് അലാപ്പയും മുത്തമ്മയും അമ്മായിയും അമ്മാവനും ഇവരൊക്കെ നോക്കണം എന്ന് പറയാണ്. നിങ്ങളുടെ ബന്ധുക്കളെയും നിങ്ങൾ നോക്കണം, കൊണ്ട് കഴിയുമെങ്കിൽ. പിന്നെ പറഞ്ഞു വൽ യതാമ, ഒരുപാട് യതീമുകൾ ഉണ്ടായിരിക്കും, സ്വന്തം വാപ്പ മരിച്ചുപോയ മക്കൾ, അവർക്ക് നിങ്ങൾ വാപ്പമാരായി നിന്ന് കൊടുക്കണേ. ആ മക്കൾക്ക് ഒരു വാപ്പ നഷ്ടപ്പെട്ടാലും ഒരുപാട് വാപ്പമാർ ഈ ഉമ്മത്തിൽ നിന്ന് കിട്ടണം. അതുകൊണ്ട് യതീമക്കളെ നിങ്ങൾ നോക്കണമേ. അല്ലാഹുവിനോട് ഇബാദത്ത് ചെയ്യാ, മാതാപിതാക്കള്, ബന്ധുക്കള്, യതീമുകൾ. വൽ മസാകീൻ, പാവപ്പെട്ട മിസ്കീന്മാർ, കയ്യിൽ പൈസ ഇല്ലാത്തവര്. വൽ മസാകീൻ, മിസ്കീന്മാരെ നോക്കണമേ. വൽ ജാരി ദിൽ ഖുർബാ, നിങ്ങളുടെ ബന്ധുക്കളായ അയൽവാസികളെയും നിങ്ങൾ പരിഗണിക്കണം, അവർക്ക് നന്മ ചെയ്യണം. ബന്ധുക്കൾ അയൽപക്കത്തുണ്ടെങ്കിൽ. വൽ ജാരിൽ ജുനുബ്, വിദേശിയായ അജ്നബിയായ ഒരു അയൽവാസിയാണ്, ബന്ധുവൊന്നുമല്ല, ഏതോ ആളാണ്. ആ അയൽവാസിയോടും നിങ്ങൾ നന്മ ചെയ്യണമേ. സ്വന്തം അയൽപക്കത്തുള്ള ആളെ മുസ്ലിം നോക്കണം. അങ്ങനെ വന്നാൽ ലോകത്ത് ഒരു ഈ സംഘടനകൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും അവനവന്റെ അയൽവാസികളെ നോക്കുന്നു. എന്തൊരു റാഹത്തായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാരെയും അതുപോലെ തന്നെ യാത്രക്കാരെയും, നിങ്ങളുടെ കീഴിൽ ആശ്രിതരായി ജീവിക്കുന്നവരെയും നിങ്ങൾ നോക്കേണമേ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലൻ ഫഖൂറാ, അഹങ്കാരം നടിച്ച് ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. നബിയെ പറഞ്ഞു കൊടുക്കണം, അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അവരാണ് സ്വന്തം കൺമുമ്പിൽ അയൽപക്കക്കാരെ കാണാതിരിക്കുന്നത്, സ്വന്തം ബന്ധുക്കളെ കാണാതിരിക്കുന്നത്. കൊട്ടാരം പോലെ വീട് വെച്ച്, വൻമതിൽ പോലെ അതിന് ചുറ്റുമതിൽ വെച്ച്, സ്വന്തം വീടിന്റെ തൊട്ടരികത്ത് ഇരിക്കക്കൂര പോലുമില്ലാതെ ചോർന്നൊലിക്കുന്ന വീടുകളിൽ പിഞ്ചുമക്കളെയും കൊണ്ട് കഴിയുന്ന ഉമ്മയും വാപ്പയും ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന വീടിനരികത്താണ് വലിയ വൻമതിൽ പോലെയുള്ള വലിയ മതിലുകളും ഗേറ്റുകളും വെക്കുന്നത്. ആ ഗേറ്റ് വെച്ചതിന്റെ പകുതിയുടെ പകുതി എങ്ങാനും കൊടുത്തിരുന്നുവെങ്കിൽ ചോർന്നൊലിക്കാത്തൊരു വീട് എന്റെ അയൽവാസിക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു. അത് കണ്ണിൽ കാണാത്തവർ അല്ലാഹുവിനെ ധിക്കരിക്കുകയും മനസ്സിൽ സ്വാഭിമാനത്തോടെ അഹങ്കാരത്തോടെ നടക്കുന്നവരും ചെയ്യുന്നവരാണ്. സ്വന്തം കൺമുമ്പിലുള്ള പാവങ്ങളെ കാണാതിരിക്കുന്നത് അല്ലാഹുവിന് അവരെ ഇഷ്ടമല്ല, അല്ലാഹുക്ക് ഇഷ്ടമല്ലെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാ ആണിത്, 36-ാമത്തെ ആയത്ത്. അല്ലദീന യബ്ഖലൂൻ, പിശുക്കുന്നവരാണവർ, പിശുക്കി വെക്കുന്നവരാണവർ. വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ, ജനങ്ങളോടും പിശുക്കണേ എന്ന് പറയുന്ന ആളുകൾ. അവർ ചെലവഴിക്കില്ല, ചെലവഴിക്കാൻ ആരൊക്കെ വിടൂല്ല. അങ്ങനത്തെ ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമല്ല നബിയേ എന്ന് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് ലോകത്തിന് കരുണയായി വന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ എന്താ പറഞ്ഞത്? അയൽപക്കക്കാർ, ബന്ധുക്കൾ അയൽപക്കക്കാര്, ബന്ധുക്കളല്ലാത്ത അയൽപക്കക്കാര്, നാട്ടിലെ പാവപ്പെട്ടവർ, യതീമുകൾ, ഇവരൊക്കെ നോക്കണം, അവർക്കൊക്കെ നന്മ ചെയ്യണം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ് കേൾത്ത് ജീവിക്കാമെന്നവരല്ലേ നമ്മള്. അപ്പോ എന്താണ് അയൽപക്ക ബന്ധങ്ങൾ? എത്രയാണ് അവരോടുള്ള കടപ്പാടുകൾ? നമ്മുടെ ഉലമാ പറയുന്നു, അയൽപക്കങ്ങൾ 3 വിധമാണ്. ജാറുൻ ഖരീബുൻ മുസ്ലിമുൻ
ജാറുൻ ഖരീബുൻ മുസ്ലിമുൻ, മുസ്ലിമായ ബന്ധുവായ അയൽവാസി. മുസ്ലിമാണ്, ബന്ധുവാണ്, അയൽവാസിയാണ്. രണ്ടാമത്തെ ആള് ജാറുൻ ഖരീബുൻ, ജാറുൻ മുസ്ലിമുൻ, മുസ്ലിമായ അയൽവാസി. രണ്ടെണ്ണം. മൂന്നാമത്തെ അയൽപക്ക ബന്ധം എന്ന് പറയുന്നത് ജാറുൻ ഗൈറു മുസ്ലിം, മുസ്ലിമല്ലാത്ത അയൽവാസി. 3 അയൽപക്കങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരിക. അതിൽ ആദ്യം പറഞ്ഞത് ബന്ധുവാണ്, അയൽവാസിയാണ്, മുസ്ലിമാണെന്ന് പറഞ്ഞവർ, ആ അയൽവാസിക്ക് 3 അവകാശങ്ങളുണ്ട്. ഹഖുൽ ജിവാർ, അയൽപക്കത്തിന്റെ അവകാശമുണ്ട്. വഹഖുൽ ഇസ്ലാം, മുസ്ലിമായതിന്റെ കടപ്പാടുണ്ട്. വഹഖുൽ ഖറാബ, കുടുംബ ബന്ധത്തിന്റെ കടപ്പാടുമുണ്ട്. 3 കടപ്പാട് ബന്ധുവായ മുസ്ലിമായ അയൽവാസിയോടുണ്ട്. രണ്ടാമത്തേത് ബന്ധുവല്ല, മുസ്ലിമാണ്, അവരോട് 2 കടപ്പാടുകളുണ്ട്. ഒന്ന് അയൽപക്ക ബന്ധത്തിന്റെ കടപ്പാട്, മറ്റൊന്ന് മുസ്ലിമായതിന്റെ കടപ്പാട്. ബന്ധുവാണോ? അല്ല. 2 കടപ്പാട്. ബന്ധും കൂടാണെങ്കിൽ 3 എണ്ണം. ഇനി ചിലരോട് 1 കടപ്പാട്. ഹഖുൽ ജിവാർ, മുസ്ലിമല്ല, അമുസ്ലിമാണ്, അയൽവാസിയാണ് എന്ന പരിഗണനയും കടപ്പാടും അയാളോടുമുണ്ട്. ഈ 3 വിധത്തിലാണ് അയൽപക്ക ബന്ധങ്ങൾ വരിക. മുസ്ലിമീങ്ങൾ മാത്രം മെജോറിറ്റിയായി താമസിക്കുന്ന സ്ഥലത്ത് ഒരുപക്ഷെ നമുക്ക് ജാറുൽ മുസ്ലിം, മുസ്ലിമായ അയൽവാസി, മുസ്ലിമാണ്, ബന്ധുവാണ്, അങ്ങനത്തെ അയൽവാസി, ഈ 2 ബന്ധങ്ങൾ അധികം വരും. അമുസ്ലിമീങ്ങൾ അരികത്ത് താമസിക്കുകയാണെങ്കിൽ അപ്പറഞ്ഞ ബന്ധവുമായി. ഇവരോടൊക്കെ കടപ്പാടുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മാസാല ജിബ്രീലു യൂസിനി ബിൽ ജാർ ഹത്താ വനന്തു അന്നഹു സയുവരിസു. ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ മുമ്പിൽ വന്നു, അയൽവാസിയുടെ കടപ്പാടുകൾ എന്നോട് പറയാൻ തുടങ്ങി. നബിയേ, അയൽവാസിക്ക് അത് ചെയ്തു കൊടുക്കണം, ഇത് ചെയ്തു കൊടുക്കണം, അവരോട് ഈ കടപ്പാടുകളുണ്ട്, ഇതുണ്ട്, അതുണ്ട്, ഇങ്ങനെ പറഞ്ഞു തന്നപ്പോ എനിക്ക് പോലും തോന്നിപ്പോയി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സമ്പത്തിൽ എന്റെ മക്കൾക്ക് അവകാശമുള്ള പോലെ അയൽവാസിക്കും ഓരോഹരി അവകാശമുണ്ട് എന്ന് എനിക്ക് തോന്നുമാർ. അത്രക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് അയൽവാസിയെ കുറിച്ച് വസിയ്യത്ത് ചെയ്തുകൊണ്ടിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസാണ്. അയൽവാസിക്ക് അനന്തരാവകാശ ബന്ധം ഉണ്ടായിരിക്കും. അയൽപക്ക ബന്ധം എന്ന് പറഞ്ഞത് അനന്തരാവകാശ ബന്ധമാണോ എന്ന് തോന്നിപ്പോയി. അനന്തരാവകാശ ബന്ധമുണ്ടെന്നല്ല, ഉണ്ടെന്ന് തോന്നിപ്പോയി. അത്രക്ക് വലിയ ബന്ധമാണ് അയൽപക്ക ബന്ധമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. നബിതങ്ങൾ തന്നെ പറയട്ടെ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. അല്ലാഹുവിലും അന്ത്യനാളിലും ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അവർ അയൽവാസികളോട് നന്മ ചെയ്യണമേ. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട നന്മ, എന്തൊക്കെയാണ് കടപ്പാടുകൾ, ഓരോന്നിന്റെ ചരിത്രങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെയായി നമുക്ക് വഴിയെ ചർച്ച വരികയാണ്. ഈമാനുള്ളവർ അയൽവാസിയോട് നന്മ ചെയ്യണം. അപ്പൊ ഈ അയൽവാസിയോട് നന്മ ചെയ്യാത്തവരാണെങ്കിലോ അല്ലാഹുവിലും അന്ത്യനാളിലും അവർക്ക് വിശ്വാസമില്ല. വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ, അടിത്തറ ഇളകിപ്പോയി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു അയൽവാസിയുടെ ദുൽമ കൊണ്ടൊക്കെ വീട് വിട്ടു പോകേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ, ആരുടെ ദുൽമ പേടിച്ചിട്ടാണോ ഈ വീട് ഒഴിവാക്കി പോകുന്നത്, ആ മനുഷ്യന് ഈമാൻ എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നതിനർത്ഥം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ റബ്ബേ. മുത്തനബി തങ്ങൾ ആ ഹദീസിന്റെ ബാക്കിയാണ് പറഞ്ഞത്, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ദൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുണ്ടെങ്കിൽ അവരുടെ അതിഥികളെ നന്നായി ബഹുമാനിക്കണം. അതിഥികളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞ കൂലി മാഷാ അല്ലാഹ് അത് നിങ്ങൾ കൊണ്ടുപോയി. ഇനി ബാക്കിയുള്ളതും കൂടെ അല്ലാഹു നിങ്ങൾക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അയൽവാസികളോടുകൂടെയുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് നന്നാക്കി. മൂന്നാമതൊരു കാര്യം കൂടെ തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അന്ത്യനാളിലും അല്ലാഹുവിലും വിശ്വാസമുള്ള ആളുകൾ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നല്ലതേ പറയാവൂ. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവർ നന്മയെ പറയാവൂ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. നല്ലതേ പറയാവൂ, അല്ലെങ്കിൽ മിണ്ടരുത്. മിണ്ടാതിരുന്നാൽ മതി. അത് ഈമാനിന്റെ അടയാളമാണ്. നല്ലത് പറയാം, അല്ലെങ്കിൽ മിണ്ടണ്ട.
എന്റെ മിണ്ടാഞ്ഞ നേരം ചോദിക്കൂലല്ലോ, മിണ്ടിയതിനെ കുറിച്ചല്ലേ പ്രശ്നം വരിക. അവൾ അത് പറഞ്ഞു, ആ ഇത്ത ഇത് പറഞ്ഞു, മറ്റേ മൂത്താമ്മ ഇങ്ങനെ പറഞ്ഞു, അമ്മായി ഇത് പറഞ്ഞു. അമ്മായിയും മൂത്തമ്മയും പെങ്ങളൊക്കെ മിണ്ടാതിരുന്ന ഒരു പ്രശ്നമില്ലല്ലോ. നന്മ പറയാ, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അത് ഈമാനിന്റെ അടയാളമാണ്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞതിലുണ്ട്, അയൽവാസിയോട് നന്മ ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.